ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വെച്ചത് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ 1 ബ്ലോക്ക് എപ്പിസോഡായിട്ടാണ്. എടാ കൊന്നടാ മറ്റു പേർ കളിക്കുക. ഒന്ന് ഇൻട്രോ എടുക്കാൻ വിടറാ. അപ്പോൾ നീഞ്ചോ ചാവ്. ഓക്കെ ഗൈസ്, ഓൻ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന് കൊല്ലും. അതിന് മുമ്പ് കാര്യം വരാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വെച്ചാൽ 1 ബ്ലോക്ക് ആയിട്ടാണ്. എടാ ഇത് ഫ്രണ്ട് ക്യാമറ ആക്കാണ്ട് നടക്കില്ല. അവനെ ഫസ്റ്റ് പേഴ്സൺ ആക്കണം. വേഗം പോട്ടെ. വീഡിയോ ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ ബാക്ക്. ഓക്കെ അപ്പോൾ ഇനി വരട്ടെ കാണിച്ചാലോ ഗൈസ്. പക്ഷേ ഫസ്റ്റ് ബ്ലോക്ക് ഞാൻ പൊട്ടിക്കും. ഞാൻ രണ്ടാമത്തെ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ടാകുമ്പോൾ ബാക്കിയൊന്നും വേണം ചെയ്യാം. ഇപ്പം അടിയൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഞാൻ പൊട്ടിച്ചതാണ്. ഓൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ഗൈസ്? ഓൻ കൊന്നിട്ടുണ്ടോ? എനിക്കും വരുന്നറിയാം. അതിന് എന്തായാലും ഞാൻ ഇതെടുക്കുന്നില്ല, വുഡ് എടുക്കുന്നില്ല. എന്നിപ്പോൾ എന്തായാലും അടിച്ചു പോയി പുറത്തേക്ക് ഇടും. ഉറപ്പാണല്ലോ. ഓക്കെ വീണ്ടും റീസ്പോൺ. ഓക്കെ എടാ മണ്ട പോയി വുഡൊന്നും ആടെക്കൊണ്ട് ഇപ്പോൾ പ്ലേസ് ചെയ്യല്ല. ഡേർട്ട് പ്ലേസ് ചെയ്യും. ഡേർട്ട് പ്ലേസ് ചെയ്യും. വുഡ് കളഞ്ഞടാ. വുഡ് കളയല്ല മകനെ, വുഡ് കളയല്ല. ഓക്കെ വുഡ് കളയല്ല. സോ ഗൈസ് റീസ്പോൺ. അവിടെ ഇനിയെങ്കിലും എനിക്ക് അവൻ്റെ തലയിൽ ബുദ്ധി ഒതുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല എത്രത്തോളം. ഒന്നും മാറാൻ പറ. അവനെ കൊന്നാലോ? നല്ല ദേഷ്യം വരുന്നുണ്ടോ അവൻ്റെ കളിയാണ്. ഒന്നങ്ങോട്ടേക്ക് പോ. അനക്കിൽ കൂട്ടിട്ടില്ല. ഞാൻ പൊട്ടനെ പോലെ ഇവിടുന്ന് മൈൻഡ് ചെയ്യും. നിൻ്റെ ഇൻവെൻട്രിയിലും കയറും. അടിയാവും. ഇല്ല പറയാലോ. എടാ ഇവൻ വുഡ് വരുമ്പോൾ നാളെ കളിയാക്കുന്ന രീതിയിൽ വന്നിട്ട് മൈൻ ചെയ്യുന്നത്. എടാ ഇവനക്ക് വുഡ് വരുമ്പോൾ ഓടില്ലാത്ത മൈനിങ്ങും മാനമേ കോയെല്ലാം മച്ച. നമ്മളെ തീർത്തു. നമുക്ക് ഓനിയും വേണ്ട. പോ നിൻ്റെ ഇവിടെ എന്ത് പ്രീഷ്യസ് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ടെസ്റ്റില്ല വാട്ടർ ബക്കറ്റായിട്ട് ഉണ്ടാകണമെങ്കിലേ കുഴപ്പമില്ല ഗൈസ്. ഓക്കെ കൊല്ലല്ല. ഇനി സമാധാനം. ഓക്കെ സമാധാന സന്ധിയാണ് നമ്മളിനി. ചെസ്റ്റ് പ്ലേറ്റ് നമുക്ക് എടുക്കാം ഗൈസ്. ആ കോയിനെ കൊന്നു. കോയിനെ തട്ടിക്കൊന്നു ഗൈസ്. എന്നെ തായിലേക്ക് ഇടുന്നല്ലോ. എന്നാ കോയിനും തായിലേക്ക് ഇട്ടു ഗൈസ്. അവിടെ ഇവനെല്ലാം എന്ത് ക്രൂവൽ പേഴ്സണാണ്. ഞാനൊന്നിട്ട് അത് ഫോർ മൈ സേഫ്റ്റി. അതല്ല ഈ ആനിമലൊക്കെ കുറച്ച് ലാൻഡെല്ലാം വലുതായിട്ടാണ് സെറ്റാക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റിൽ നമുക്ക് ആ വുഡ് എടുത്ത് വെക്കാം. ഇവനാണ് ഇവിടെ എൻ്റെ പറ്റ കളിക്കുന്നത്. ജി ടി ഗൈസ് വിടൂല ഗൈസ്, ഉറപ്പാണ്. ഓക്കെ ഏതായാലും നമുക്ക് ഇവനോട് ഡേർട്ട് ചെസ്റ്റിൽ വെക്കാൻ പറയാം. നമുക്ക് നെക്സ്റ്റ് ചെയ്യണം. ചെസ്റ്റിൽ വെക്ക്. എടോ ചെസ്റ്റ് അല്ല, ഞാൻ ചേറ്റിൽ വെക്ക് നട്ടോ എഴുതിയേ. സോറി മൈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഡോണ്ട് വറി. പിന്നെ ഗൈസ് ഒരു ചെക്കൻ പറഞ്ഞായിരുന്നു മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ബെഡ് റോക്ക് ജാവ എഡിഷനിൽ സർവർ 24/7 ഓൺലൈൻ ആക്കാൻ പറ്റുന്ന വീഡിയോ ഇടും. ഞാനത് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റായതാണ്. ആ ടൈമാണ് ഒരു പണിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുനിന്ന് ലെഫ്റ്റായി പോകുന്നു. ആ ഇഷ്യൂ കുറേ നോക്കി സോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. സോ ഒരു PC ഇല്ലാണ്ട് ഇങ്ങനത്തെ ഇതൊന്നും നടക്കില്ല. എന്ന് വെച്ചാൽ PC എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതാ പോയി ഇപ്പം അതിൻ്റെ അടിയാവും. ഇപ്പം അതിൻ്റെ ബാക്കിയാവും. സോറി വായിച്ചു. ഗുഡ് ബൈ. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആയതാ മോനെ. ചെസ്റ്റ് ഓപ്പൺ PEN. ഓക്കെ ചെയ്യുമ്പോൾ ആയതാണ് കൈസ്. നിങ്ങൾ ഇത് ചാറ്റ് പോറുണ്ടോ കൈസ്? അടുത്ത പ്രാവശ്യം നമുക്ക് ഡിസ്കോഡ് അപ്പം വേർത്തന്നെ വൈബായിരിക്കും. ഇല്ല പറയല പോ. ഓക്കെ ഗൈസ് ഇതൊന്നും ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഓക്കെ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. ഈ ക്രാഫ്റ്റിൻ്റെ ഉള്ളിലാക്കാൻ അറിയും പ്ലീസ്. നമുക്ക് ജസ്റ്റ് ഇതാടെ പ്ലേസ് ചെയ്യാം. ഇതൊക്കെ വേണം ചെയ്യാം. ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് 24/7 വരുന്ന ഇത് സർവർ ഓൺലൈനിലാക്കാൻ പറ്റുന്ന വീഡിയോ ഇടുന്നതാണ് പറഞ്ഞത്. ലാസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് നോക്കുമ്പോഴാണ് ഒരു കാര്യം. അതായത് ഈ ബോട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റായി പോകുന്നു. അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കുറേ നോക്കി. PC ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ മൊബൈൽ ഫോണാണെന്ന് എൻ്റെ ടൈമിലില്ല. അപ്പം മൊബൈൽ ഞാൻ എങ്ങനെ ചെയ്യാനാണ് ഗൈസ്? പ്ലാങ്ക് വെച്ചിട്ടാണ് അതിൻ്റെ ഇതാക്കുന്ന ഇടയിൽ. ഡേർട്ട് യൂസ് ആക്കാൻ പറയാം. ഡേർട്ട് യൂസ് ആക്കുക. ഓക്കെ ഇനിയെങ്കിൽ യൂസ് ആക്കുക പ്ലീസ്. നമുക്ക് നമ്മളെ ഇമെയിലുള്ള 11 ഡേർട്ട് കൊടുത്തേക്കാം. എടാ ദരിദ്രവാസി എന്നെ തല്ലുന്നു ഇവനെ കൊണ്ട്. ഇല്ല പറയാം ഡിസ്കോഡ് വേണം ഇവനെ. എന്താ പറയാ മോനെ, ചൊറ പിടിച്ചതാണ് ഇവൻ. ഓക്കെ നമ്മളൊക്കെ ഇമെയിലിലെ സാധനം ഉള്ളൊക്കെ എപ്പോൾ ഞാൻ അന്നിവൻ നിലത്തേക്ക് അടിച്ചു വിടുന്നതെന്ന് അറിയില്ല. സോ ഗൈസ് നമുക്ക് അതൊരു കണ്ടിന്യൂസ് മൈനിങ്. സോ ഗൈസ് ഏതായാലും ആ ജാവ പ്ലസ് ബെഡ് റോക്ക് ആക്കുന്ന വീഡിയോ അടുത്ത് ഞാൻ നോക്കി കണ്ട് പിടിച്ചു വിടാം. അല്ലെങ്കിൽ കണ്ടുപിടിക്കണം എങ്ങനെ ആ പ്രശ്നം തീർക്കല്. ഗൈസ് ബോൺവീൽ പിന്നെ ചെറി എനിക്ക് ഗൈസ് ചെറിയും ബോൺവീലും പോവും. പിന്നെ
ഒരു സാപ്ലിൻ ഇതൊക്കെ ജസ്റ്റ് തന്നെ നോക്കാം പ്ലീസ്. ബോൺമീൽ 35, ഓക്കെ 64, ഒരു 6 എക്സ്ട്രാ അല്ലേ. സോ എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തി കഴിഞ്ഞിട്ടുണ്ട്. സാപ്ലിൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കിയിട്ട് ഇത് നോക്കണം. ഡേട്ട് കൊടുക്കും. പൂവിനെ കൊന്നടാ. അടി ഇങ്ങനെ എന്ത് ക്രൂവലാടാ, പൂവിനെല്ലാം കൊല്ലുന്നു. ഇങ്ങനെയൊന്നും പാടില്ല. പശുവിനെ നിലത്തേക്ക് ഒരാഴ്ചയിലാണ്ടിട്ട് അസ്താഫുറുല്ലാഹ്. നമുക്കേതായാലും എന്ത് തുടങ്ങാം. ഓ പശു എടാ, ഞാൻ ക്രൂ അല്ലല്ല, ഞാൻ നല്ലവൻ. ഓക്കെ സാപ്ലിൻ കിട്ടിയിട്ടുണ്ട്. സാപ്ലിൻ എനിക്ക് തോന്നുന്നു സാറില്ല ഓട്ടോമാറ്റിക് ഇൻവെൻട്രിക്ക് വരും. ഓക്കെ ഗൈസ് ബീട്രൂട്ട് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അതോ ചത്ത 2 പ്രാവശ്യം ചാവുന്നു മോനെ. അടുപ്പിച്ച് 2 പ്രാവശ്യം ഞാൻ യോഗ എന്താ കളിക്കാറില്ല എനിക്ക് പോടാ ഗൈസ്. ഓക്കെ ഗൈസ് വാട്ടർ ബക്കറ്റ് നമുക്ക് വാട്ടർ ബക്കറ്റ് എടുത്തേക്കാം. ഓക്കെ നമുക്ക് ബ്രെഡും കിട്ടിയിട്ടുണ്ട്. നമുക്കൊണ്ട് പറയാം വാട്ടർ ബക്കറ്റ് ഉണ്ട്, തമാശ കളിക്കലാന്ന് പറയാം. ഓക്കെ ഗൈസ് നമുക്ക് ചാറ്റ് വഴിയേ പറയാൻ പറ്റൂ ഗൈസ്. അതോ വാട്ടർ കിട്ടി. തമാശ കളിക്കല്ലേ മകനെ, തമാശ കളിച്ചാൽ നല്ല രസമായിരിക്കേ, തമാശയാക്കല്ലേ കിട്ടും. ഓക്കെ വാട്ടർ ബക്കറ്റ് എടുക്കാം, ശ്രദ്ധിച്ചെടുക്കണം. ഓക്കെ വാട്ടർ ബക്കറ്റ് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഒരു ഡേർട്ട് ഉണ്ട് കൃത്യം എന്ന് വെച്ചാൽ ചെസ്റ്റ് പൊട്ടിക്കുക, ക്രൗച്ച് ചെയ്തിട്ട് ചെസ്റ്റ് ഇതാക്കാനും ചെസ്റ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ ചാവും. ഓക്കെ പ്ലേസ് മിഷൻ സക്സസ്. ഓനാട്ടാടിപ്പം ബ്ലോക്ക് വെച്ചാൽ നല്ല രസമായിരിക്കും, അടിയാവും. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, ആട്ട് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഡൺ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വാട്ടർ ബക്കറ്റ്, ഈ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ് ഈ വാട്ടർ ബക്കറ്റ് അതൊക്കെ. സോ നമുക്ക് ആ ഫുഡ് ബ്രെഡ് ഓക്കെ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് സൈഡിലേക്ക് മാറ്റണം. വല്ല ക്രീപ്പർ സ്പോണായി പോയിട്ട് കുറച്ചാൽ ചെസ്റ്റ് അടക്കം പൊട്ടിപ്പോവും. സോ നമുക്കിതൊക്കെ അവിടെ വന്ന് അടിച്ചേക്കല്ലേ അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഇവിടെ നമുക്കൊരു ചെസ്റ്റ് വെച്ചിട്ട് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റാം. ഓക്കെ ഗൈസ് സാപ്ലിൻ 6 എത്തിയിട്ടുണ്ട്, 6 പൂവുണ്ട്, 26 ബീട്രൂട്ട് എല്ലാം ഉണ്ട് ഗൈസ്. എല്ലാം ഒന്ന് ഉറച്ച് വെക്കാം. പിന്നെ എൻ്റെ മൊബൈലിന് വെച്ചാൽ 1.5 സ്റ്റോറേജ് ഇഷ്യൂള്ള മൊബൈലാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ട് ഈ വേൾഡ് ഏത് നിമിഷവും ബാക്കാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചിട്ടുണ്ട്. അടുക്കല്ലേ ഗെയിമിലൊന്നും ഉണ്ടായിട്ടില്ല. ഡോണ്ട് വെറി. ഒരു കോയിന ചില സന്ദർഭത്തിൽ കൊല്ലാണ്ട് വന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം, ആ സൈഡിൽ വെക്കാം. ഓക്കെ ഞാൻ ഒരു ഡേർട്ട് വേണം. അതിന് മുമ്പ് ഒരു അടിക്കുക. എടാ വെയിറ്റ് ഒന്നുമില്ല ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വന്നെയാണ്. സോ ഗൈസ് നമുക്ക് ഡേർട്ട് എടുക്കാം, അവിടെ പ്ലേസ് ചെയ്യാം. ബാക്കി കണ്ടിന്യൂസിങ് മൈനിങ്. ഓക്കെ 39 സെക്കൻഡ്. ഓ ഗൈസ് ജോംബി ഫ്രണ്ടിൽ നിന്ന് മാറി കട്ടി വാങ്ങിച്ചാണ് ഗൈസ്. സ്റ്റോൺ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ. ഓക്കെ ഇതിൻ്റെ ഇടയിൽ ചാവാണ്ടിരിക്കണം. ഈ സ്റ്റോണെല്ലാം വന്ന് സ്റ്റോൺ പിക്കാക്സ് ഒക്കെ ആക്കി നമ്മൾ സെറ്റാകും ചുറ്റി പറഞ്ഞു. എടാ ചത്ത് മോനെ. അയ്യോ ഗൈസ് പോയടാ, എല്ലാമേ പോയി ഗൈസ്. ടീമിലുണ്ടായി സ്റ്റോണും പോയി പിക്കാക്സും പോയി. ഈ സാധനം എന്നും പോയി, ഈ പെരട്ട സാധനമാണ് കൊന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതുണ്ട് നോക്കാം. ഓക്കെ ഗൈസ് എന്തോ പറ്റിന് 2 ഫുഡുണ്ട്, ഇത് കളയാൻ പാടില്ലേ. സോ പ്ലാങ്ക് ആക്കുന്നു, നമ്മൾ ഒരു പിക്കാക്സ് ക്രിയേറ്റ് ചെയ്യണം. സോ യെസ് ഗൈസ് വി മേഡ് എ പിക്കാക്സ്. ഓക്കെ പിക്കാക്സ് സെറ്റാക്കി നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് പിക്കാക്സ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്നും അറിയാം. പിക്കാക്സ് നമുക്ക് എടുക്കണം. സോ ഗൈസ് നമുക്ക് വീണ്ടും മെയിൻ ചെയ്യാം. മൈനിങ് ഇൻ ദ മോൾ. ഓക്കെ ഗൈസ് വീണ്ടും കിട്ടിയത് ബ്രെഡ്. 13 ബ്രെഡ് വരുമ്പോൾ നമുക്ക് അമ്പ് കിട്ടട്ടോ, ഓനെ വേടിച്ചു കൊല്ലു ഞാൻ. ഓക്കെ ഏതായാലും നമുക്ക് സ്റ്റിൽ മൈനിങ്. ഓക്കെ ഗൈസ് ഏത് നിമിഷവും പോകും, ഞാൻ അതും ഇതാക്കിയതാ കളിച്ചത്. എട ചവല് ചത്ത് 3G മതി, വലിയ 3G. ഓക്കെ ഗെയിമിലുണ്ടായ എല്ലാം പോയാച്ച് സബ് കുച്ച് ഖത്തം ഹോ ഗയ. ഓക്കെ ഗൈസ് വിട്ടോ. എടാ ഇതുണ്ടോ പ്ലാങ്ക്, ഇതുണ്ടോ എന്ത് പ്ലാങ്ക് ഉണ്ടോ? പ്ലാങ്ക് ഓണത്തെ പ്ലാങ്ക് എടുത്തിട്ടാടാ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത്. പ്ലാങ്ക് എടുക്കല്ല മോനെ, പോലും പ്ലാങ്ക് എടുക്കല്ല. ഇപ്പം വേണമെങ്കിൽ എന്നെ തല്ലാനും ചാൻസ് ഉണ്ടാകും. പ്ലാങ്ക് വെച്ചത് ഇതാക്കുന്ന ഇഷ്ടം ഒരു ബഗഡനെ. അടുത്ത പ്രാവശ്യം ഡിസ്കോഡ് സെറ്റാക്കാം. ഓക്കെ ഇതിപ്പോൾ എന്നാൽ ചെയ്യാം. ഇതില്ല പ്ലാങ്ക് ഇല്ല. സോ ഗൈസ് നമുക്ക് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവനോട് പറയാം ഡേട്ടേജ് എടുക്കുന്ന കൂടി നമുക്ക് പറയാം ധൈര്യം എന്ന് വെച്ചാൽ ഓൻ ഡേട്ടേജ് ആയിക്കോട്ടെ.
അപ്പം തുടർന്നുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത സീസൺ 2 എന്നല്ല എപ്പിസോഡ് 2 കാണാം. സോ എവരിബാഡി അടുത്ത പ്ലാങ്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാങ്ക് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പിക്കാക്സ് ആക്കിയിട്ട് അതിൻ്റെ അപ്പ് വെച്ചിട്ടാണ് ഇത് ഡേട്ട് വേർ അവിജയാണ് എന്തോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ ഡേട്ട് എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മേലെ 9 ഡേട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ സോ ഗൈസ് ഐ തിങ്ക് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എന്താണ് പ്ലാങ്ക് ചെയ്യാൻ ഓക്കെ എന്തല്ലോ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ നമുക്ക് പിന്നെ സെറ്റാക്കാം. ഓക്കെ ഈ എപ്പിസോഡ് നമുക്ക് ഏതായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓവർ ലെങ്ത് ആക്കണ്ട. നമുക്ക് ഏതായാലും ഒരു ബോണിയിലെടുത്തിട്ട് ആഡ് ചെയ്താലും മറ്റേത് പ്ലാൻ ഇതാക്കാം. ഓക്കെ സെറ്റാക്കാം. ഗൈസ് പോയി നിങ്ങളോട് കൊണ്ട് ഗൈസ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതേ അവസ്ഥയാണ്. ഇപ്പം സ്റ്റോറേജ് കാരണം പോയിട്ടുണ്ട്. സോ ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തിടെ കാണാം. ബൈ.